بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഒരു കൂട്ടം യാത്രികർ വഴിതെറ്റി മരുഭൂമിയിലെത്തുന്നുണ്ട്. അവർ വിശന്ന് ദാഹിച്ച് അവശരായിരുന്നു. അവരിൽ രണ്ടുപേർ കുറച്ചകലെ ഒരു മതിൽ കണ്ടു. അത് ലക്ഷ്യമാക്കി അവർ നടക്കുന്നുണ്ട്. അടുത്തു ചെന്നപ്പോൾ മതിലിനകത്തു നിന്നും വെള്ളമൊഴുകുന്നതിൻ്റെയും പക്ഷികൾ പാടുന്നതിൻ്റെയും ഒക്കെ ശബ്ദം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. മതിലിനു മുകളിലായി ഒരു മരത്തിൽ ധാരാളം പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നതും അവർ കാണുന്നുണ്ട്. ഒന്നാമൻ സർവശക്തിയുമെടുത്ത് മതിൽ ചാടി അപ്പുറത്തെത്തി. എന്നാൽ രണ്ടാമനോ അവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റു യാത്രികരെയും കൂടി വിളിച്ചുകൊണ്ടുവരാനായി അവരെ തേടി പുറപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആദ്യമെത്തുന്നതാകണമെന്നില്ല മികവിൻ്റെ അടയാളം. ഒന്നാമനാകാൻ പരിശീലനം കൊണ്ട് കഴിയും. എന്നാൽ ഒന്നാമതാകാൻ സാധ്യതയില്ലാത്തവരെ കൂടെ അവിടെ എത്തിക്കാൻ സഹിഷ്ണുതയും സഹാനുഭൂതിയും കൂടെ ഉണ്ടാകണം. എല്ലാവരും കൂടി ഒരുമിച്ച് നേടുമ്പോഴുള്ള ആത്മസംതൃപ്തി അനുഭവിച്ചിട്ടുള്ളവരാരും ഒറ്റയ്ക്ക് നേടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയേയില്ല. മറ്റുള്ളവരെ വീഴ്ത്തിയും തോൽപ്പിച്ചും നേടുന്ന കിരീടങ്ങൾ മാത്രം ഉത്കൃഷ്ടതയുടെ അടയാളങ്ങളായി കാണുന്നവരുടെ ഇടയിൽ ഒപ്പമുള്ളവരെ പരിഗണിക്കുന്നവർ കാണുകയില്ല. മുന്നോട്ട് നോക്കി ഓടാൻ മത്സരക്ഷമത മാത്രം മതി. എന്നാൽ പിന്നോട്ടുകൂടി നോക്കണമെങ്കിൽ ഹൃദയവിശാലതയും പരക്ഷേമ താൽപ്പര്യവും ഉണ്ടായിരിക്കണം. നിവൃത്തികേടിൻ്റെ സമയത്ത് ലഭിക്കുന്ന പിടിവള്ളിയിൽ മറ്റൊന്നും ചിന്തിക്കാതെ ചാടിപ്പിടിക്കുക എന്നത് മാനുഷികമാണ്. പക്ഷേ രക്ഷപ്പെടാനുള്ള അവസാന വഞ്ചി വരുമ്പോൾ കൂടെയുള്ളവർക്കെല്ലാം അതിൽ സ്ഥലമുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ദൈവികം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നതിനേക്കാൾ ഒരുപാട് മഹത്വമുള്ളത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴല്ലേ. നമസ്കാരങ്ങൾക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ എല്ലാവരെയും വിളിച്ചുണർത്തുന്ന ശീലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ളവരും നാളെ സ്വർഗത്തിൽ ഒരുമിച്ചുണ്ടാകണമെന്ന് അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലേ? ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കൊരുപാട് ദൂരം സഞ്ചരിക്കാം. പക്ഷേ ഒരുമിച്ചാകുമ്പോൾ ദൂരം കുറവാണെങ്കിലും ആ യാത്ര അടയാളപ്പെടുത്തലായിരിക്കും. സ്വന്തം സ്ഥാനങ്ങളും മാനങ്ങളും പദവികളും മാത്രം ലക്ഷ്യം കാണുന്ന ആളുകൾക്ക് തൻ്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ കഴിയാതെ വന്നേക്കാം. ഒരു ക്ലോക്കിലെ 3 സൂചികളും കൂടിച്ചേരുമ്പോഴല്ലേ സമയം പൂർണ്ണമാകുന്നത്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നിന് പ്രയാസമാകുമെന്ന പോലെയാകണം നമ്മുടെയും ജീവിതം. ഉറുമ്പുകൾ ഭക്ഷണം ശേഖരിച്ച് കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? എല്ലാ ഭാരവും എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന സന്തോഷത്തിൻ്റെ നിറം പകരുന്ന ഒരു കാഴ്ചയാണത്. ഒരുമിച്ച് വരുന്നത് ഒരു തുടക്കമാണ്. ഒരുമിച്ച് നിൽക്കുന്നത് ഒരു പുരോഗതിയാണ്. ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ഒരു വിജയമാണ്. ഒറ്റയ്ക്ക് നമ്മൾ കാണാറുള്ള നിറങ്ങൾ, അതെല്ലാം ഒരുമിച്ചൊരു മഴവില്ലായി വരുമ്പോൾ അറിയാതെ നമ്മളൊന്ന് നോക്കി നിന്നു പോകില്ലേ? അത്രമേൽ ഭംഗിയുണ്ടാകും ആ കാഴ്ചയ്ക്ക്. മനുഷ്യരായ നമ്മളും കൂടിച്ചേർന്ന് നിന്നാൽ കാണാൻ വല്ലാത്ത ഒരു ഭംഗിയാണെന്നേ. നൂലുകളെല്ലാം കൂടിച്ചേർന്ന് അഴകുള്ള വസ്ത്രമാകും പോലെ കൂടിച്ചേർന്നാൽ അഴകുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഒരുമിച്ച് നിന്ന് ആഴമേറിയ സ്നേഹബന്ധങ്ങളുടെ കൊട്ടാരങ്ങൾ പണിയാൻ നമുക്ക് കഴിയണം. ഒറ്റയ്ക്കൊരാളും തന്നെ ഈ ലോകത്ത് ഒന്നും നേടിയിട്ടില്ല. എന്നാൽ ഒരുമിച്ച് നിന്ന പലരും ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഒരു വാക്യമുണ്ട്, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ ഒന്നിച്ച് അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.